Dear students, BVOC Hospital Management 4th Sem, paper 4 not 4, Epidemiology and Analysis of Health Information എന്ന പേപ്പറിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം വരുന്നതാണ് എപ്പിഡമിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പിഡമിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് ഒറിജിനേറ്റഡ് വേർഡാണ്. എപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമങ് അല്ലെങ്കിൽ എപ്പോൺ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. പിന്നെ ഡെമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം അല്ലെങ്കിൽ പീപ്പിൾ എന്ന മീനിങ് ആണ് വരുന്നത്. അപ്പോൾ എപ്പിഡമിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അൺയൂഷ്വൽ ഒക്കറൻസ് ഓഫ് ഡിസീസ് എന്നാണ്. അതായത് ഒരു അസുഖം വളരെ അൺയൂഷ്വലായിട്ട് ഒരു കൂട്ടം ആളുകൾക്ക് വരുന്നതിനെയാണ് നമ്മൾ എപ്പിഡമിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഹേവിയർ വരുന്നത്, സ്മോക്കിംഗ് പോലുള്ള അല്ലെങ്കിൽ ഡ്രിങ്കിങ് പോലുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഒരു കൂട്ടം ആളുകൾക്ക് വരുന്നതിന് നമുക്ക് എപ്പിഡമിക് ഡിസീസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് വരുന്നത്, ഇപ്പോൾ ആക്സിഡൻസ് ഒക്കെ ഒരു കൂട്ടം ആളുകൾക്ക് വരുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എപ്പിഡമിക് ഡിസീസ് ആയിട്ട് തന്നെയാണ് നമ്മൾ അതും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള നമ്പർ ഉണ്ടാവണം. ഇപ്പോൾ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പിഡമിക് ഡിസീസ് ഡിറൈവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് ഒരു സൊസൈറ്റിയിൽ ഇത് പ്രതീക്ഷിക്കുന്നതിനും കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഒരു കാൽക്കുലേറ്റഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് റേഷ്യോ കാൽക്കുലേഷനൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമ്മളിനി വഴിയെ പഠിച്ചു വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോളിയോമൈലിറ്റിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ എടുക്കുകയാണ് ഒരു ഏരിയയിൽ. അവിടെ നമ്മൾ റുട്ടീനായിട്ട് ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള രോഗപ്രതിരോധ പരിപാടികൾ നമ്മൾ അവലംബിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 85% നമുക്കത് തടയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും കുറഞ്ഞു വരും. അതായത് ആ അസുഖം ഇനി വരാനുള്ള സാധ്യതയും അവിടെ നമ്മൾ കുറഞ്ഞതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പിഡമിക് ഡിസീസിൻ്റെ ഔട്ട് ബ്രേക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഇനി ആ അസുഖം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഇതാണ് എപ്പിഡമിക് ഡിസീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. എൻഡമിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ എപ്പിഡമിക് ഡിസീസ് പറഞ്ഞപ്പോൾ പീപ്പിളിൽ വരുന്ന എമങ് വരുന്നതാണ്. ഇവിടെ ഇൻ വരുന്ന കണ്ടീഷനാണ്. ഇതൊരു പോപ്പുലേഷന് അകത്ത് വരുന്ന ഡിസീസിനെയാണ് നമ്മൾ എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. അവിടെ ആ ഒരു ഡിസീസ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക് ഏരിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിസീസ് കണ്ടുകൊണ്ടിരിക്കും. ഒരു ത്രൂ ഔട്ട് ദ ഇയർ അല്ലെങ്കിൽ ഒരു സമയപരിധി ഉണ്ടാവില്ല. അതൊക്കെയാണ് നമ്മൾ എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. അത് വളരെ യൂഷ്വലാണ്. ഇപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലം ആകുമ്പോൾ ഒരു ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ അങ്ങനെയുള്ള അസുഖങ്ങൾ ഒരു സമയം വരെ ഒരു സൊസൈറ്റിയിൽ കാണുന്നത്. അതൊക്കെ എന്താണ് എൻഡമിക് ഡിസീസിന് എക്സാമ്പിളാണ്. ഗോയിറ്റർ, മലേറിയ, ഫലേറിയസിസ്, ടൈഫോയിഡ്സ്, അമീബിയസിസ്, അതുപോലെ തന്നെ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ലെപ്രസി, ട്യൂബർക്കുലോസിസ്, വൈറൽ ഹെപ്പാറ്റൈറ്റിസ്, ഇതൊക്കെ നമുക്ക് എൻഡമിക് ഡിസീസിന് എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഈ എൻഡമിക് ഡിസീസ് എപ്പോൾ വേണമെങ്കിലും എപ്പിഡമിക് ഡിസീസായിട്ട് കൺവേർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സ്പൊറാഡിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പൊറാഡിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള മാനറിൽ കാണപ്പെടുന്നതാണ് സ്പൊറാഡിക് ഡിസീസ്. അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇറഗുലർ ആയിട്ട് കാണപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിഡമിക് ഡിസീസും എൻഡമിക് ഡിസീസും ഒരു സൊസൈറ്റിയിൽ ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത ആൾക്കാർക്ക് വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഡിസീസും ഇവിടെ ഇറഗുലർ ആയിട്ട് റാൻഡം ആയിട്ടാണ് സ്പൊറാഡിക് ഡിസീസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചില ആളുകൾക്ക് സിംഗിൾസിന് വരാം, അല്ലെങ്കിൽ അത് സെപ്പറേറ്റഡ് ടൈമിൽ സെപ്പറേറ്റഡ് സ്പേസിലൊക്കെയാണ് വരുന്നത് സ്പൊറാഡിക് ഡിസീസ് വരുന്നത്. ഇപ്പോൾ ചിക്കൻ ബോക്സ്, അത് കണ്ടീഷൻസ് ഫേവറബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൊറാഡിക് ആയിട്ട് ആ ഡിസീസ് വരും. അത് കഴിഞ്ഞ് പിന്നെ അത് നെക്സ്റ്റ് ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഡിസീസ് ചിക്കൻ ബോക്സ് എല്ലാവർക്കും വരണമെന്നില്ല. അത് വളരെ റാൻഡം ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസസിനെയാണ് നമ്മൾ സ്പൊറാഡിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പാൻഡമിക് ഡിസീസ്. പാൻഡമിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഡെമോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോപ്പുലേഷൻ അല്ലെങ്കിൽ പീപ്പിൾ എന്നുള്ള വാക്ക്. അതായത് പാൻഡമിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു കോണ്ടിനെൻറ്റിലേക്ക് വരെ സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാൻഡമിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ എഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന അസുഖങ്ങളാണ് പാൻഡമിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാവുന്നത് 2020 കാലഘട്ടത്തിൽ വന്ന COVID-19 എന്ന് പറയുന്ന ഒരു അസുഖം. അതൊരു പാൻഡമിക് ഡിസീസാണ്. ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പാൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത് 1918-ലും 1957-ലും ഉണ്ടായിട്ടുള്ള ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു വൈറസ് അറ്റാക്കാണ്. പിന്നെ നമുക്ക് കോളറ 1962-ൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെമോറജിക് ആയിട്ടുള്ള കൺജക്റ്റിവൈറ്റിസ് 1871-ലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1981-ലും കൺജക്റ്റിവൈറ്റിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എയ്ഡ്സും അതേപോലെ തന്നെ സീവിയർ ആയിട്ടുള്ള അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം സാർസ് എന്ന് പറയുന്നത് COVID-19 തന്നെ ഒരു വകഭേദം സാർസ് എന്ന് പറയുന്ന ഒരു അസുഖം, അതും 2002-2003 കാലഘട്ടത്തിൽ പാൻഡമിക് ഡിസീസായിട്ട് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എക്സോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സോട്ടിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന അസുഖങ്ങൾ, അതാണ് നമ്മൾ എക്സോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏഴാം അറിവ് സിനിമയിൽ നമുക്കറിയാം, സൂര്യയുടെ സിനിമയാണ്. അതിൽ ചൈനയിൽ നിന്നാണ് ഒരു ഡിസീസ് ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ത്രൂ ആനിമൽസ് വഴിയാണ് ആ ഒരു സ്പ്രെഡിങ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങളെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം അസുഖങ്ങൾ, അതായത് വേണം എന്ന് വിചാരിച്ചിട്ട് കയറ്റി അയക്കുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എക്സോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വന്ന അസുഖങ്ങളാണ് യെല്ലോ ഫീവർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ റാബിസ്. അതൊക്കെ അമേരിക്ക പോലുള്ള കൺട്രീസ് ഇന്ത്യയിലോട്ട് എക്സോട്ട് ചെയ്തിട്ടുള്ള ഡിസീസുകളാണ്. അതിൽ തന്നെ എക്സോട്ടിക് ഡിസീസ് തന്നെ നമ്മൾ സൂണോട്ടിക് ഡിസീസ് ആൻഡ് എപ്പിസൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂണോസിസ് എന്ന് നമ്മൾ പറയും, ഫ്രം ദ ആനിമൽസ് ടു ഹ്യൂമൻ ബീങ്സ്. ആനിമൽസിൽ നിന്ന് ഹ്യൂമൻ ബീങ്സിലോട്ട് ഡയറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് സൂണോട്ടിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഈ സൂണോട്ടിക് ഡിസീസ് തന്നെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലാദ്യം വരുന്നതാണ് ആന്ത്രോപോസൂണോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻ ബീങ്സ്. ഡയറക്റ്റ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സിൽ നിന്ന് ഹ്യൂമൻ ബീങ്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് ആന്ത്രോപോസൂണോസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റാബിസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലേഗ് ഉണ്ട്. റാബിസിൽ നിന്ന് നമുക്ക് ഡോഗിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ് റാബിസ്. റാറ്റിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ് പ്ലേഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മങ്കിയിൽ നിന്ന് വരുന്നതാണ് KPD എന്ന് പറയുന്ന ഒരു അസുഖം, നാസൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്രൂസലോസിസ് നമുക്ക് കാറ്റിൽ നിന്ന് വരുന്നതാണ്, അതായത് ഈ നാൽക്കാലികളിൽ നിന്ന് വരുന്ന അസുഖം. പിന്നെ ജാപ്പാനീസ് എൻസെഫാലിറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, അത് പിഗ്സിൽ നിന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന ഒരു സൂണോട്ടിക് ഡിസീസാണ്. ഇനി നെക്സ്റ്റ് വരുന്ന സൂണോട്ടിക് ഡിസീസിൽ തന്നെ വരുന്ന സെക്കൻഡ് കാറ്റഗറിയാണ് സൂ ആന്ത്രോപോണോസിസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഹ്യൂമൻ ബീങ്സ് ടു ആനിമൽസ് ആണ്. ഹ്യൂമൻ ബീങ്സിൽ നിന്നും ആനിമൽസിലോട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന ഡിസീസുകളെയാണ് നമ്മൾ സൂ ആന്ത്രോപോണോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഹ്യൂമൻ ട്യൂബർക്കുലോസിസ്, അതായത് മനുഷ്യന്മാർക്ക് വരുന്ന ക്ഷയം പോലുള്ള അസുഖം കാറ്റിൽസിന് സ്പ്രെഡ് ആവാറുണ്ട്, അതായത് നാൽക്കാലികൾക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഫൈലേറിയാസിസ്, നമ്മുടെ മന്ത് എന്ന് പറയുന്നൊരു അസുഖം, അത് നമുക്ക് മനുഷ്യന്മാർക്ക് വരുന്ന അസുഖമാണ്. അത് ചിലപ്പോൾ പട്ടി, പൂച്ച അങ്ങനെയുള്ള അല്ലെങ്കിൽ മങ്കീസ് അവർക്കൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് കാറ്റഗറി, സൂണോട്ടിക് ഡിസീസിൽ വരുന്ന സെക്കൻഡ് കാറ്റഗറി. ഇനി നെക്സ്റ്റ് വരുന്ന തേർഡ് കാറ്റഗറിയാണ് ആംഫിസെനോസിസ് എന്ന് പറയുന്നത്. ആംഫിസെനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസീസ് ഹ്യൂമൻ ബീങ്സിനും അതേപോലെ തന്നെ ലോവർ ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ് ആനിമൽസിനും ഉണ്ടാവും. വെർട്ടിബ്രേറ്റ് ആനിമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലുള്ള ജീവികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. ആനിമൽസിൽ നിന്നും ഹ്യൂമൻ ബീങ്സിൽ നിന്നും ഡയറക്റ്റായിട്ട് ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചഗാസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, ദാറ്റ് ഈസ് ട്രൈഫോനോസോമൈസിസ് എന്നാണ് നമ്മളതിനെ പറയാം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ബീങ്സിനും അതേപോലെ തന്നെ ആർമഡിലോസ് എന്ന് പറയുന്ന ഒരു ലോവർ വെർട്ടിബ്രേറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു ആനിമലാണ് ആർമഡിലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ രണ്ടുപേരും, അതായത് ഹ്യൂമൻ ബീങ്സും ആർമഡിലോസിസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ആനിമൽസും എന്താണ് ഈ പറഞ്ഞ ചഗാസ് ഡിസീസ് കോസ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ളവരാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഷിസോസ്റ്റോമിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖം. അവിടെയും നമ്മൾ ഹ്യൂമൻ ബീങ്സും അതേപോലെ തന്നെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമൽസും, അതായത് കാറ്റ്, ഡോഗ്, അവരൊക്കെ അതുപോലെ തന്നെ
കൗ, ഗോട്ട്, അതൊക്കെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് സംഭവിക്കാം, ഈ ഒരു ഷിസോസ്റ്റോമിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഹ്യൂമൻ ബീയിങ്സിലോട്ട് സ്പ്രെഡ് ചെയ്യാനും, ഹ്യൂമൻ ബീയിങ്സിന് ഷിസോസ്റ്റോമിയാസ് ഉണ്ടെങ്കിൽ അത് അവരിലോട്ട് സ്പ്രെഡ് ചെയ്യാനും, ആനിമൽസിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സൂണോട്ടിക് ഡിസീസിൽ വരുന്ന 3 കാറ്റഗറീസ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എപ്പിസൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പിസൂണോട്ടിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the outbreak of the disease among animal population often affecting the human beings. ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന് ആനിമൽ പോപ്പുലേഷനിലോട്ട് ഔട്ട്ബ്രേക്ക് ചെയ്യുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എപ്പിസൂണോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പം റാബിസ് പേവിഷബാധ എന്ന് നമ്മൾ പറയും, അത് പട്ടികൾക്ക് വരുന്ന ഒരു അസുഖമാണ്. അതുപോലെ തന്നെ ബ്രൂസലോസിസ്, അത് കാറ്റിൽസിന് വരുന്ന ഒരു അസുഖമുണ്ട്. പിന്നെ ഷീപ്പിനൊക്കെ വരുന്ന ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എപ്പിസൂണോട്ടിക് ഡിസീസാണ്. ദ ഔട്ട്ബ്രേക്ക് ഡിസീസ് എമംഗ് ആനിമൽ പോപ്പുലേഷൻ, ആനിമൽ പോപ്പുലേഷൻ തന്നെ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഇതൊരു പട്ടിക്ക് ഒരു പേവിഷബാധ വരികയാണെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് വരുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക പട്ടികൾക്കും ആ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഷീപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തോടെ വളരുന്ന ജീവികളാണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് ഈ ഒരു ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻറ്റയർ പീപ്പിൾ ഓഫ് ഷീപ്പിന് എന്ത് വരാനുള്ള സാധ്യതയുണ്ട്, ഈ ഒരു ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഈ എപ്പിസൂണോട്ടിക് ഡിസീസിൽ തന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് എൻസൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് എ ഡിസീസ് എമംഗ് ആനിമൽസ്. ആനിമൽസിൻ്റെ ഇടയിൽ മാത്രം വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എൻസൂണോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് കാനോട്ട് ബി സ്പ്രെഡ് ടു ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിലോട്ട് അത് സ്പ്രെഡ് ചെയ്യില്ല. എപ്പിസൂണോട്ടിക് ഡിസീസിൽ തന്നെ ഇപ്പോൾ എപ്പിസൂണോട്ടിക് ഡിസീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാബിസ്, ബ്രൂസലോസിസ് ഒക്കെ, അത് ഒരു കൂട്ടം മൃഗങ്ങൾക്ക് ഒരുമിച്ചാണ് വരുന്നത്. പക്ഷെ അതെന്ത് ചെയ്യും, ആനിമൽസിൽ നിന്ന് ഹ്യൂമൻ ബീങ്സിലോട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എപ്പിസൂണോട്ടിക് ഡിസീസിൽ തന്നെ വരുന്ന എൻസൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആനിമൽസിൻ്റെ ഇടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് സ്പ്രെഡ് ഔട്ട് ചെയ്യില്ല. അങ്ങനെ വരുന്ന ആന്ത്രോപോസോണോസിസ് എന്ന് പറയുന്ന എല്ലാ കാറ്റഗറിയിലും വരുന്ന അസുഖങ്ങളും എന്താണ്, എൻസൂണോട്ടിക് ഡിസീസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നൊരു ഡെഫിനേഷനാണ് എപ്രോനിറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്രോനിറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ്സിൻ്റെ ഇടയിൽ, പക്ഷികളുടെ ഇടയിൽ വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എപ്രോനിറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സിറ്റാക്കോസിസ്, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഏവിയൻ ഇൻഫ്ലുവൻസ, ഇതെല്ലാം പക്ഷികളുടെ ഇടയിൽ ഔട്ട്ബ്രേക്ക് ചെയ്യുന്ന ഡിസീസുകളാണ്. ഓക്കെ, താങ്ക് യു.